നമസ്കാരം. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 7ാം ബഡ്ജറ്റാണ്. അത് തുടർച്ചയായി ബഡ്ജറ്റിന്റെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതിപ്പോഴും തുടരുകയാണ്. നമ്മോടൊപ്പം പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ നമ്മോടൊപ്പം ചേരുകയാണ്. സർ, സ്വാഗതം. നമസ്തേ. എന്താണ് ഈ ബഡ്ജറ്റ്, ആദ്യ ബഡ്ജറ്റ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ മൊത്തത്തിൽ ഈ ബഡ്ജറ്റ് എന്താണ്? ഇതൊരു കണ്ടിന്യൂവേഷൻ ഓഫ് ഏർലിയർ ബഡ്ജറ്റ്സ് എന്ന് തന്നെ പറയണം. അതായത് നമ്മൾ 2013 നോക്കുകയാണെങ്കിൽ ഇതൊരു ഫ്രജൈൽ 5 എക്കോണമി എന്ന് പറയുന്ന ഒരു തരത്തിലായിരുന്നു നമ്മളെ ക്ലാസിഫൈ ചെയ്തിരുന്നത്. ലോകരാഷ്ട്രങ്ങളിൽ വളരെ ഫ്രജൈലായിട്ടുള്ള 5 എക്കോണമികളിൽ ഒന്നായിട്ടാണ് നമ്മളുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ NDA സർക്കാർ വരുന്നത്. 2014 നിന്ന് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ഫാബ് 5ലേക്ക് മാറി. ഒരു ഫ്രജൈൽ 5 നിന്ന് ഒരു ഫാബുലസ് 5ലേക്ക് മാറി. അതായത് ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടാകുന്ന രാഷ്ട്രങ്ങളിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ബിഗ് എക്കോണമിയാണ്, ഒരു ലാർജ് എക്കോണമിയാണ് ഭാരതം. അപ്പം അതിൽ നിന്നൊരു ട്രാൻസിഷനും ഡെവലപ്മെൻറ്റും ഗ്രോത്തും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഒക്കും. ഈ ഒരു ഒറ്റ ഒരു കമ്പാരിസണിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒക്കും. അതിൻ്റെ ഒരു മേജർ റീസൺ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ, നമ്മുടെ ഈ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടാക്കിയിട്ട മാറ്റങ്ങൾ, നമ്മുടെ ഒരു കറപ്ഷൻ ഇല്ലാത്ത ഒരു ഗവർണൻസ്, പോളിസിയിലുണ്ടായിരുന്ന ഇനിഷ്യേറ്റീവ്സ്, എക്കോണമിക്ക് ജൻധൻ യോജന മുതൽ ഉണ്ടായിട്ടുള്ളൊരു ക്ലീനിങ് അപ്പ്, ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞ് ഒരു ടാക്സ് ബർഡൻ കുറച്ചിട്ടുള്ള GSTയുടെ ഉള്ള ഇംപ്ലിമെൻറ്റേഷൻ, ഇതൊന്നും ഒരു 100% ആയിട്ട് ഞാൻ കാണുന്ന ഒരാളല്ല. അതായത് ചെയ്തത് വളരെ 100% ആണ്. പക്ഷേ ആ GST ഒക്കെ ഇംപ്ലിമെൻറ്റേഷനിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഡിമോണിറ്റൈസേഷനിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ആകത്തുക നോക്കുമ്പോൾ, ഒരു ഓവറോൾ നോക്കുമ്പം ഇത് നമ്മുടെ എക്കോണമിക്ക് വളരെ ശക്തമായൊരു, അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് GST ഇംപ്ലിമെൻറ്റേഷന് മുമ്പ് ഇൻഡയറക്റ്റ് ടാക്സ് കളക്ഷൻ ഭാരതത്തിൽ മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 1 ലക്ഷം കോടിക്ക് താഴെയാണ്. അന്ന് വാറ്റും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന സ്റ്റേറ്റുകളുടെ കളക്ഷൻ. ഇന്ന് അത് 1,60,000 കോടി മുകളിലോട്ടൊക്കെ മുന്നോട്ട്. അപ്പോൾ ഈ ഒരുപാട് ടാക്സിൻ്റെ റേറ്റ് കുറഞ്ഞെങ്കിലും ടാക്സ് കളക്ഷൻസ് കൂട്ടാൻ സാധിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ സമഗ്രമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയാണ് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഈ ഒരു ബഡ്ജറ്റ്. അപ്പോൾ വളരെ കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഏതാണ്ട് കഴിഞ്ഞ വർഷത്തെ ഏതാണ്ട് 10 ലക്ഷം കോടി രൂപ, ഇന്നിപ്പോൾ 11 ലക്ഷം കോടി രൂപ, 11,11,000 കോടി രൂപ, ഇങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. കാരണം ഇന്ന് നമ്മൾ കർഷകർക്ക് എന്തു കിട്ടി, അല്ലെങ്കിൽ അവരുടെ ഒരു 6,000 രൂപ ഒരു വർഷം കൊടുക്കുന്ന സമ്മാൻ നിധിയെപ്പറ്റി വളരെ പ്രകീർത്തിക്കുന്ന ഒരു രാഷ്ട്രമാണ്, അല്ലെങ്കിൽ അത് ആവശ്യമാണെന്ന് പറയുന്നതാണ്. എന്നാൽ ഇതൊരു വേണോ വേണ്ടിയോ എന്നുള്ളതിനെ പറ്റിയല്ല, അവർക്ക് എനേബിൾമെൻ്റാണ് വേണ്ടത്. അപ്പോൾ ഇവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന ആ പ്രോഡ്യൂസ് നമ്മൾ വിപണിയിലെത്തിച്ച്, ഈ വിപണിയിൽ സ്റ്റോർ ചെയ്ത്, വെയർ ഹൗസ് ചെയ്ത്, അത് ബാക്കിയുള്ള ഇത് വിളവ് ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയും അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ അതിനെ പ്രോസസ്സ് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി, അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഇതിൻ്റെ വില ഒരു ബെറ്റർ ഒരു വാല്യൂ. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കൂടിയാൽ ഇവർക്ക് പ്രൈസ് കിട്ടില്ല, വില നാശം സംഭവിച്ചാൽ ഇവർക്ക് ഒരു സംരക്ഷണയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഏറ്റവും വേണ്ട ആവശ്യം എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറാണ്. അത് നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അത് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം. അപ്പോൾ അത് വളരെ ശക്തമായ രീതിയിൽ ഇൻ്റർവീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മാറ്റങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിലെ ഈ വലിയ തുക നീക്കിയിരിപ്പ് നടത്തിയിരിക്കുന്നത്
ഓവറോൾ ഗ്രോത്തിന്. ഇത് എംപ്ലോയ്മെൻറ്റിന് ഗുണമുണ്ടാകും, അഗ്രികൾച്ചറിന് ഗുണമുണ്ടാകും, ഇൻഡസ്ട്രിക്ക് ഗുണമുണ്ടാകും. അപ്പോൾ ഒരു ടോട്ടൽ ചേഞ്ച് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മാറ്റം ഡെഫിനറ്റായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം ഓവറോൾ ബഡ്ജറ്റിൻ്റെ ഒരു പ്രൈം അല്ലെങ്കിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഒരു പുഷ് പ്രൈമർ എന്നൊക്കെ പറയും. ഏറ്റവും കൂടുതൽ എക്കോണമി ഡ്രൈവ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ ഒരു വലിയ ഇത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കണ്ടിന്യൂറ്റി തന്നെയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. നമ്മുടെ ഇൻ്ററിം ബഡ്ജറ്റിലും ഈ എമൗണ്ട് തന്നെയാണ് വെച്ചിരുന്നത്. അലൊക്കേഷൻ കുറച്ച് കൂടും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ എന്നാലും അത് റീറ്റെയിൻ ചെയ്തു. കാരണം ഇനി 8 മാസം കൂടെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ആ എമൗണ്ട് റീറ്റെയിൻ ചെയ്തു. കാരണം ഈ സ്പെൻഡ് ചെയ്യുന്നതും ഒരു വലിയ ചലഞ്ച് തന്നെയാണ്. നമുക്ക് ചുമ്മാ വകയിരുത്താം, ചുമ്മാ എമൗണ്ട് പറഞ്ഞിട്ട് അത് എക്സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ അതിനകത്തൊരു ഗുണമില്ല. അപ്പോൾ എനിക്കൊന്ന് അതും കൂടെ കൊണ്ടായിരിക്കണം ഈ ഇംപ്ലിമെൻറ്റേഷന് ഉള്ള. അതിന് ഈ വികസിത് ഭാരത് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ പോകുന്നത്. ഒരു ഡെവലപ്ഡ് കൺട്രി, നമ്മളിപ്പോഴും ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പോൾ അത് വികസിത് ഭാരത് ആകണമെങ്കിൽ, ഡെവലപ്ഡ് കൺട്രി ആകണമെങ്കിൽ വേണ്ട കാര്യങ്ങൾക്കാണ് നമ്മൾ ഒരു മുൻഗണന നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ട രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്കില്ലിംഗ് ആണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ ചോദ്യം അത് തന്നെയായിരുന്നു. ഇപ്പോൾ 9 മുൻഗണനകൾ ഈ ബഡ്ജറ്റിലുണ്ടല്ലോ. ഇതിൽ കാർഷിക മേഖലയ്ക്കാണ് മുൻഗണന കൊടുത്തിട്ടുള്ളതെങ്കിലും അലോക്കേഷൻ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ എംപ്ലോയ്മെൻറ്റ് സ്കില്ലിംഗ് ഇതിലൊക്കെയാണ് എന്ന് തോന്നുന്നു. യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ എലോബറേറ്റ് ആയിട്ടുള്ള ഒരു നീക്കിയിരുത്തൽ ഇതിനകത്തുണ്ട്. ഇത് സത്യത്തിലൊരു തിരുത്താണോ? പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ടായിരുന്നു തൊഴിലില്ലായ്മ രാജ്യത്ത് രൂക്ഷമാവുകയാണ്. അപ്പോൾ അത് നമ്മുടെ എക്കണോമിക് സർവേ കൂടെ ഒന്ന് കൂട്ടി വായിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി ഒരു യഥാർത്ഥ സ്ഥിതി മനസ്സിലാകൂ. എന്താ എക്കണോമിക് സർവേ പറയുന്നത്? ഭാരതത്തിലെ 65% പോപ്പുലേഷൻ 35 വയസ്സിന് താഴെയാണ്. അപ്പോൾ നമ്മളൊരു യങ് എക്കോണമിയാണ്, വൈബ്രൻ്റ് എക്കോണമിയാണ്. അതാണ് നമ്മൾ ഈ പറയുന്ന ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇന്ന് ചൈന 37, 38 പോകുമ്പോൾ ഭാരതത്തിന് 25, 26 ഒക്കെയുള്ള ഒരു ആവറേജ് ഏജിൽ നിൽക്കുകയാണ്. 65% ആളുകൾ 35 വയസ്സിന് താഴെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് വരുന്നതിന് മുമ്പേ ഈ എക്കണോമിക് സർവേ പറയുന്നൊരു കാര്യമുണ്ട്. 51.25% അങ്ങനെ എന്തോ ഒരു പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ എംപ്ലോയബിൾ ആയിട്ടുള്ളത്. അത് 2 പേരിൽ ഒരാൾ നമുക്ക് ഒരു എംപ്ലോയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്കില്ലുള്ള ആളല്ല. ഇത് വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ എന്നാൽ ഇത്രയും കാലം ഭരിച്ചിട്ട് എന്തായി, ഈ സർക്കാർ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിനൊരു ഉത്തരവുണ്ട്. കാരണം നമ്മൾ ഈ NDA സർക്കാർ വരുമ്പോൾ തന്നെ ഒരുപക്ഷെ സ്കിൽ ഇന്ത്യ, സ്കിൽ ഡെവലപ്മെൻറ്റ്, ഡെമോഗ്രാഫി, ഇപ്പം പ്രധാനമന്ത്രി പലയിടത്തും പോകുമ്പോഴും ഡെമോഗ്രാഫി, ഡിമാൻഡ് എന്നൊക്കെ പറയുന്ന ഒരു തലത്തിൽ അന്ന് മുതലേ പറഞ്ഞുകൊണ്ടിരുന്നൊരാണ്. അപ്പം ഈ 51% എന്ന് പറയുന്നത് 34% ആയിരുന്നതിനെ അപ്സ്കെയിൽ ചെയ്ത് 51% വരെ ആക്കാൻ പറ്റി. വലിയ വളർച്ചയാണ്. അപ്പോൾ 16% ആളുകളെ കൂടെ സ്കില്ല് ചെയ്തു, എംപ്ലോയബിൾ ആക്കി. അപ്പം അതിന് വേണ്ട എഫേർട്ട് വീണ്ടും, കാരണം ഇന്നും 2 പേരിൽ ഒരാൾ ഒരു എംപ്ലോയബിൾ അല്ല. അപ്പോൾ ഈ ഭാരതത്തിലെ യുവജനങ്ങൾ നമ്മുടെ ഇന്നത്തെ കാണുന്ന നീറ്റല്ല, അല്ലെങ്കിൽ ഈ കോൺട്രവേഴ്സ്യൽ നീറ്റല്ല, നോട്ട് ഇൻ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ് ഓർ ട്രെയിനിങ് എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ട ഒരുപാട് എഫേർട്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സ്കിൽ ഇന്ത്യയിലുണ്ടായിരുന്നു, കൗശൽ വികാസ് യോജന ഉണ്ടായിരുന്നു, വിശ്വകർമ്മ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇത് കേരളത്തിൻ്റെ ഒരു നോക്കുകയാണെങ്കിൽ, സ്കില്ലിങ്ങിലോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റിലോ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു എഡ്യൂക്കേഷണൽ ഇതിനകത്ത് നമ്മളിന്ന് യോഗ്യരാണോ അല്ലെങ്കിൽ A+ കൊടുത്ത് വിജയിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. അപ്പോൾ ഇതിൻ്റെ തകരാറെന്താന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് കോളർ എംപ്ലോയ്മെൻറ്റിലേക്ക് മാത്രമായി നമ്മുടെ ഫോക്കസ്. ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് വേണ്ട പ്ലംബർ, ഇലക്ട്രീഷ്യൻ, അങ്ങനെയുള്ള ആളുകൾ, ഈവൻ ഫോർ എക്സാമ്പിൾ മാനുവൽ ലേബർ, പെയിൻറ്റ്, ഇങ്ങനെയുള്ള ഒരു ആളുകൾ തിരിയുന്നില്ല. കാരണം ഞാൻ 10ാം ക്ലാസ്സിൽ A+ വാങ്ങിച്ച് ജയിച്ച ഒരാളാണ്. അപ്പോൾ ഞാൻ എന്തിനാണ് ഒരു ITIയിലോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷനിലോട്ടോ പോകേണ്ട ഒരു ആവശ്യകത ഇല്ല.
അപ്പോൾ നാച്ചുറലി ഇതിനെല്ലാം മൈഗ്രൻ്റ് ലേബേഴ്സ് വന്നു. ഇന്ന് ഭാരതത്തിലെ ഏറ്റവും വലിയ ഡെയിലി വേജ് ഏർണിങ്സ് ഉണ്ടാകുന്ന ഒരു സംസ്ഥാനം കേരളമാണെന്ന് പറയുന്നത്. 1200 രൂപയോ മറ്റോ ആണ് ഒരു മിനിമം ഒരു ആൾക്ക് ഒരു മാനുവൽ ലേബറിന് കൊടുക്കേണ്ടത്. അവിടുന്ന് ഇപ്പോൾ നമ്മൾ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിഗ്രി ഹോൾഡറിന് കിട്ടുന്നത് 10,000, 11,000, 12,000 രൂപയാണ് മാസം. അത് അപ്പം ഇതാണ് അന്തരം. അപ്പോൾ ഒരു സ്കില്ല് ഇതാണ് നമ്മുടെ ഒരു ഡിഗ്നിറ്റി ഓഫ് ലേബർ ഇല്ലാതായി മാറി. നമ്മളിത് കാണുന്നത് എന്തോ ഒരു കുറവായിട്ട് കണ്ടു. അപ്പം ഇതിന്ന് മാറി വന്ന് ഈ സ്കില്ലിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഈ എംപ്ലോയ്മെൻറ്റ് കുറവാണ്, അല്ലെങ്കിൽ എംപ്ലോയബിലിറ്റി കുറവാണ്, അതിന് വേണ്ട സ്കില്ലിങ്. അപ്പം ഈ കതിരിൽ വളം വയ്ക്കുന്ന ഒരു രീതി മാറിയിട്ട് ഇത്രയും കാലം നമ്മൾ ചെയ്തിരുന്നത് തൊഴിലില്ലായ്മ വേതനം കൊടുക്കുക, സോഷ്യൽ പെൻഷൻ കൊടുക്കുക, അതിന് പകരം ആളുകളെ എനേബിൾ ചെയ്യുക എന്നുള്ളൊരു ഫോക്കസിലേക്കാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് ചെയ്തിരുന്നത്. അതിന് നേരത്തെ പറഞ്ഞ പോലെ അതിനുള്ള ഒരു ഇമ്പാക്റ്റ് വന്നിട്ടുമുണ്ട്, നമ്മൾ വളർച്ചയുടെ പാതയിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ അവിടെയാണ് ഈ എംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്കില്ലിങ് എന്ന് പറയുന്ന ഒരു ഇതിൽ ഒരു എംപ്ലോയ്മെൻറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് കൊണ്ടുവന്നു. അതായത് പുതിയതായിട്ട് എംപ്ലോയ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഇൻസെൻറ്റീവ് കൊടുത്തു. അതാണ് ഇന്ന് നമ്മുടെ പ്രതിപക്ഷത്തിലെ ആളുകൾ പറയുന്നത് ഞങ്ങളുടെ കോപ്പി അടിച്ചു എന്നൊക്കെ പറയുന്നത്. എന്നെ സംബന്ധിച്ച് പറയുന്നത് അതിൽ തെറ്റൊന്നുമില്ല. നമ്മൾ ഈ പറയുന്ന പബ്ലിഷ്ഡ് ഡോക്യുമെൻ്റാണ്. അതിൽ നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ആക്ച്വലി ഞാനതൊരു കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു നല്ല കാര്യം പറഞ്ഞതിനെ അംഗീകരിച്ചു. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്, നമ്മൾ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് ആയിരുന്നു കൊടുത്തിരുന്നത്. അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഇലക്ട്രോണിക്സ് മേഖലയിലൊക്കെ ഭയങ്കരമായി ഒരു വളർച്ച നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് മൊബൈൽ ഫോൺ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രമായി. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നവർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കുന്ന ഒരു രീതി, അത് പ്രതിപക്ഷ ആളുകൾ പറഞ്ഞത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്. അപ്പോൾ നാച്ചുറലി ആ ഒരു ജോബ് ക്രിയേഷന് വേണ്ടിയത്. പിന്നെ അതേപോലെ തന്നെ ഇന്റേൺഷിപ്പിന് ഉള്ള ഒരു കാര്യം. അപ്പം ഈ സ്കില്ലിങ്, എംപ്ലോയ്മെൻറ്റ്, ഇതിന് ഒരു വളരെ ശക്തമായ ഒരു ഇമ്പറ്റസ്, ഒരു പുഷ് ഈ ബഡ്ജറ്റിൽ കാണാൻ നോക്കുന്നുണ്ട്. ഈ ടാക്സ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നികുതി നിരക്ക് കുറച്ച് ടാക്സ് നെറ്റിലേക്ക് കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തുക എന്നതായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഈ സർക്കാരിൻ്റെ നയം. അത് ഈ ബഡ്ജറ്റിലും തുടരുന്നുണ്ടോ? പ്രത്യേകിച്ചും പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ ഇൻഡയറക്റ്റ് ടാക്സിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും ആദായ നികുതിയിൽ ഇളവുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. നമ്മൾ ഈ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മുടെ ഇവിടുത്തെ മിഡിൽ ക്ലാസ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ആരെയാണ്? ഇൻകം ടാക്സ് കൊടുക്കുന്നവരെ ആണോ മിഡിൽ ക്ലാസ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? അപ്പോൾ മധ്യവർഗത്തിലുള്ള ആളുകൾക്കൊന്നും കിട്ടിയില്ല. ഇതാണ് ഒരു നെറേറ്റീവ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട്. നമ്മളെ ഡയറക്റ്റ് ടാക്സിൽ അല്ലെങ്കിൽ ഇൻകം ടാക്സിൽ ഒരു ഇളവ് അനുവദിച്ചിട്ടില്ല എങ്കിൽ ഇമ്മീഡിയറ്റ് തലവാചകം എന്താണ്? മധ്യവർഗത്തിനൊന്നും കിട്ടിയില്ല. അപ്പോൾ ഈ മധ്യവർഗം എന്ന് പറയുന്നത് ഇൻകം ടാക്സ് പേയീസ് ആണോ അല്ലയോ? ഇതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഇൻകം ടാക്സ് കൊടുക്കുന്ന അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്ത് ഏതാണ്ട് 6.7 കോടി ആളുകളോ മറ്റോ ആണ്, അല്ലെങ്കിൽ 7-8 കോടി ആളുകൾക്ക് ഈ വർഷം കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഈ ടാക്സ് നെറ്റ് വലുതായത് 6-7 കോടി ആളുകളാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അതിൽ 3-4 കോടി ആളുകളാണ് ടാക്സ് അടയ്ക്കുന്നത്. അപ്പം 140-144 കോടി ആളുകളിലെ 4 കോടി ആളുകളാണോ നിങ്ങൾ ഈ പറയുന്ന ഈ മാധ്യമ പ്രവർത്തകർ പറയുന്ന മധ്യവർഗ മിഡിൽ ക്ലാസ്? എന്നെ സംബന്ധിച്ചല്ല. അപ്പം ഇത് സാലറീഡ് ക്ലാസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലുള്ള ആളുകൾ. അപ്പം അവർക്ക് കൊടുക്കണ്ടേ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റായിട്ട് കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഇമ്പാക്റ്റ് എക്കോണമിയിൽ വരുന്നത് ഒരു പക്ഷേ അതിൽ കൊടുക്കുന്ന ഒരു ഇതിലല്ല. കാരണം എനിക്കും നിങ്ങൾക്കും ടാക്സ് അടയ്ക്കുന്ന കാര്യത്തിൽ ഒരു ഇതുണ്ടാവും. നമ്മൾ ഈ മീഡിയയിലിരുന്ന് സംസാരിക്കുന്നതുകൊണ്ട് നമ്മളതിനെ ഹൈലൈറ്റ് ചെയ്യുന്നു. എന്നാൽ ആക്ച്വലി അതല്ല. ഇപ്രാവശ്യത്തെ ഒരു വ്യത്യാസം വരുത്തിയതിൽ ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും മറ്റുമൊക്കെ ഉള്ള ചെറിയ ഇളവുകളും മറ്റും കൊടുത്തതിൽ ഏതാണ്ട് 17,500 മുതൽ 18,000 രൂപ വരെയുള്ള വ്യത്യാസം ആളുകൾക്കുണ്ടാകും.
അപ്പോൾ നമ്മൾ കൃഷി സമ്മാൻ 6,000 രൂപ വലുതാണെന്നും, അതായത് ഏറ്റവും ലോവർ ക്ലാസ്സിലുള്ള കൃഷിക്കാർക്ക് നമ്മൾ 6,000 രൂപ കൊടുക്കുമ്പോൾ ആ നിധി 6,000 രൂപ വളരെ ക്രെഡിറ്റബിൾ ആയിട്ട് പറയുക നമുക്ക്. 18,000 രൂപ ഈ പറയുന്ന സാലറീഡ് അല്ലെങ്കിൽ ടാക്സ് പേയേഴ്സിന് കിട്ടുന്ന ഒരു റിലീഫ് പര്യാപ്തമല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ആയിരുന്നോ അത് എത്രമാത്രം ശരിയാണ് എന്നെനിക്കറിയില്ല. അപ്പോൾ ഇവിടെ ടാക്സ് കംപ്ലയൻസിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. ഇന്ന് ഈ പറയുന്ന ഫാം ഇൻകം, ഈവൻ ഫാമിംഗ് ട്രേഡ് നടത്തുന്ന ആളുകൾ പോലും ഇത് ഇൻകമായിട്ട് കാണിച്ച് ഫയൽ ചെയ്യാറില്ല. നമ്മളറിയാം, ഫാം ലോസ് കൊണ്ടുവന്നപ്പോൾ, കർഷകർക്ക് ബെനഫിഷ്യൽ ആയിട്ടുള്ള ഫാം ലോസ് കൊണ്ടുവന്നപ്പോൾ തന്നെ മെർസിഡസ് ബെൻസ് മുതലുള്ള വലിയ വലിയ വാഹനങ്ങളിൽ അവിടെ ചെന്ന് സമരം വെച്ചിട്ടുള്ള ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ടാക്സിൽ അധികം ട്വീക്ക് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ വളരെ മിനിമലായിട്ടാണ് നമുക്ക് ആ ഒരു സെഗ്മെൻറ്റിൽ കിട്ടിയിട്ടുള്ളത്. ഏതാണ്ട് 10-20,000 കോടി രൂപയുടെ വ്യത്യാസം ഈ റിലീഫ് കൊണ്ട് മൊബിലൈസേഷനിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം നാച്ചുറലി അതൊരു പ്രയോറിറ്റി ഏരിയ ആയിട്ട് ഗവൺമെൻറ് ഒരുപക്ഷെ കാണുന്നില്ല. 2, ഇപ്രാവശ്യത്തെ ഒരു മേജർ ഒരു ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കുറച്ചു റിയൽ എസ്റ്റേറ്റ്. അത് കേരളത്തിനെ വലിയ തോതിൽ ഒരു പക്ഷേ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ന് കേരളത്തിലെ ഒരുപാട് ആളുകൾ ഇവിടുത്തെ വസ്തുക്കൾ വിറ്റ് അതിൻ്റെ പണം പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. NRIs തിരിച്ചു വരുന്നില്ല, അല്ലെങ്കിൽ അവരുടെ മക്കൾ തിരിച്ചു വരുന്നില്ല. അപ്പോൾ ഒരുപാട് രീതിയിലുള്ള ലാൻഡ് വിറ്റ് ആ പണം ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി ഞാൻ ആ ഒരു ഡൊമൈനിൽ, ഞാനൊരു ചാർട്ട അക്കൗണ്ടൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആ ഡൊമൈനിൽ ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പേര് റിപ്പാട്രിയേറ്റ് ചെയ്യുന്നുണ്ട് പണം. അപ്പം ഈ ഇൻഡെക്സേഷൻ ബെനിഫിറ്റും ഒക്കെ വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും ടാക്സ് പേ ചെയ്യുന്ന, ഗെയിനുള്ള ടാക്സ് പേ ചെയ്യുന്നത് വളരെ കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ജനറലി എല്ലാവർക്കും ടാക്സ് പേ ചെയ്യുന്നതിനൊരു മടിയുണ്ട്. എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഒരു ജനറൽ ഹ്യൂമൻ ഇതാണ്, എന്തിനാണ് ഞാൻ ടാക്സ് കൊടുക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അതും തെറ്റാണെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 2000-2004 ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ബൂം, അതായത് ബേസിക്കലി ആൾ പറയുന്നത് UPA സർക്കാരിൻ്റെ സമയത്താണ് ഈ ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് ഗോൾഡ് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ബൂം ഉണ്ടായിട്ടുള്ളത്. ഇതൊരു ആളുകൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകാത്ത, അല്ലെങ്കിൽ പണക്കാരെ കൂടുതൽ പണക്കാരെ ഒരു ജോബ്ലെസ് ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഈ എക്കോണമിയിൽ നമ്മൾ പറയുന്ന 8-10% ഉണ്ടായിരുന്ന ഗ്രോത്ത് ഈ റിയൽ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന ഗ്രോത്തിലാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഒരു 2001 ശേഷം വാങ്ങിച്ചിട്ടുള്ള ഭൂമിക്ക് നിങ്ങൾക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ല. അപ്പം ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താ? കുറച്ചുകൂടെ കൂടുതൽ ടാക്സ് കൊടുക്കണം. പക്ഷെ ടാക്സ് റേറ്റ് 12.5% ഉള്ളൂ. അപ്പം വളരെ വലിയ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയൊരു സ്ഥിതിക്ക് അതിൽ നിന്ന് 20% ഇൻഡെക്സ് ചെയ്തിട്ടുള്ള ടാക്സും ഇന്ന് 12.5% അത് നിരക്ക് കുറച്ച്, പക്ഷെ രണ്ടും ഇൻഡെക്സേഷനും വേണം നിരക്കും കുറയണം എന്ന് പറയുന്നത് നടക്കില്ല. എന്തായാലും ഗവൺമെൻറ് അങ്ങനെ ഒരു വ്യത്യാസം ചെയ്തിട്ട് അത് ഒരുപക്ഷെ കേരളത്തിലെ കുറച്ച് പേർക്ക് ടാക്സസ് കൂടുതൽ കൊടുക്കണേ ഒരു ഡിറ്ററൻറ്റും ആകാം. ഈ പറയുന്ന പോലെ ഇപ്രാവശ്യം ഇവിടെ നിന്ന് പെട്ടെന്ന് സ്ഥലവും ഒക്കെ വിറ്റ് തിരിച്ച് വെളിയിലേക്ക് കൊണ്ടുപോകുന്നതിനൊക്കെ ഒരു പരിധി വരെയൊക്കെ ഒരു മോഡറേഷൻ ഉണ്ടാകാം. ആളുകൾ ഇത്രയും ടാക്സ് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ വിൽക്കണോ എന്ന് ആലോചിക്കുന്ന ഇത് വന്നേക്കാം. അപ്പം ജനറലായിട്ട് ഡയറക്റ്റ് ടാക്സസിൽ വലിയ ഒരു മാറ്റങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നേരത്തെ പറഞ്ഞാൽ GST, ഈ GSTയിലുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് GST കൗൺസിലാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പണ്ടൊക്കെ കാണുന്നത് പോലെ ഇത്ര രൂപ കൂടി, ഇത്ര രൂപ കുറഞ്ഞു, ചെരുപ്പിന് കൂടി, അങ്ങനെ കാണാത്തത് GST കൗൺസിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ GST കൗൺസിലിൽ ഡെഫിനറ്റായിട്ടും ഒരു മോഡറേഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു ഒരു 98 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം കോടിയിൽ നിന്ന് നമ്മൾ ഏതാണ്ട് 1,60,000 കോടി കളക്ഷൻ വരുമ്പോൾ അത് കുറച്ചൊക്കെ ഒരു ആളുകൾക്ക് പാസ് ഓൺ ചെയ്യാനായിട്ടൊന്ന് ഗവൺമെൻറ് ആലോചിക്കേണ്ടതാണ്. അതാണ് ഈ മിഡിൽ ക്ലാസ്സിന് കിട്ടുന്ന ബെനിഫിറ്റ്. യഥാർത്ഥത്തിൽ അതാണ്, ഡയറക്റ്റ് ടാക്സിലല്ല, ഇൻഡയറക്റ്റ് ടാക്സിൽ. അതുപോലെ തന്നെ നമുക്ക് പെട്രോളിയം പ്രോഡക്ട്സിൽ ഒരുപക്ഷെ ഒരുപാട് ബെനിഫിറ്റ് ഇപ്രാവശ്യം നമുക്ക് ഈ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ കിട്ടിയിട്ടുണ്ട്. അതായത് ഉക്രൈൻ റഷ്യ കോൺഫ്ലിക്റ്റിൽ നമുക്ക് ഏതാണ്ട് 10-20% ഡിസ്കൗണ്ടിൽ നമുക്ക് ഓയിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഈ ഓയിൽ റിഫൈൻ ചെയ്ത് കയറ്റി അയക്കാൻ പറ്റിയിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ ഒരു ബെനഫിറ്റ് കിട്ടിയ ഒരു സാഹചര്യത്തിൽ അത് നാട്ടുകാർക്കും കൂടെ അതിൻ്റെ ഒരു ബെനഫിറ്റ് പാസ് ഓൺ ചെയ്യുന്നതല്ലേ ശരി. അപ്പോൾ ആ ഒരു കാര്യത്തിലും എനിക്ക് ഈ ബഡ്ജറ്റിനോട് എന്തെങ്കിലും ഒരു എതിരഭിപ്രായം പറയണമെങ്കിൽ ഈ കാര്യം കൺസിഡർ ചെയ്യാമായിരുന്നു. അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ടാകാം. അതായത് ഒരു പക്ഷേ ഫോസിൽ ഫ്യൂവലിൻ്റെ ഉപഭോഗം കുറയ്ക്കുക, നെറ്റ് സീറോയിലേക്ക് എത്തപ്പെടേണ്ട കാര്യം വരുമ്പോൾ കാർബൺ എമിഷനും മറ്റോ കുറയ്ക്കുക എന്നൊക്കെ പറയും. എന്നാൽ പോലും ഒരു സാധാരണക്കാരന് ഒരു എക്രോസ് ഇൻഡസ്ട്രി ഒരു ബെനഫിറ്റ് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് എന്നാണല്ലോ നമ്മൾ ഈ ഡയറക്റ്റ് ടാക്സിന് ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഇല്ലാത്തതിന് പകരം ഒരുപക്ഷെ ഒരു പെട്രോൾ ഡീസൽ വിലയിൽ ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ഒരുപക്ഷെ നല്ല ഫീൽ ഗുഡ് ഉണ്ടാകാം ഈ ബഡ്ജറ്റിന് ശേഷം. പക്ഷെ അല്ലാതെ തന്നെ ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളിൽ ഒരു പ്രൂഡൻ്റ് ആയിട്ട്, ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ട്, പോപ്പുലിസ്റ്റ് അല്ലാത്ത രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് ഈ ബഡ്ജറ്റിൽ ടാക്സേഷനെ സംബന്ധിച്ചുണ്ടാക്കിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മിസ് എന്ന് പറയുന്നത് ഈ തൊഴിൽ സൃഷ്ടിക്കായി നമ്മൾ ഇത്രയധികം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയം സർക്കാരിൻ്റെ ഒരു ഗ്രോത്ത് സംബന്ധിച്ചൊരു പ്രഖ്യാപനമുണ്ട്. ഒരു 3ാം സ്ഥാനത്തേക്ക് എത്തുക, അതിനൊരു കുതിച്ചുചാട്ടം ഉണ്ടാവും, വലിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ചതാണ്. കോർപ്പറേറ്റ് ടാക്സിൻ്റെ കാര്യത്തിൽ ഒരു റിഡക്ഷൻ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. അത് ഉണ്ടായിട്ടില്ല. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയിലൊരു നിർത്തിവെക്കൽ, അത് ഉണ്ടായിട്ടുണ്ടോ? വിപണിയെ അതുകൊണ്ടാണോ വലിയ രീതിയിൽ അത് പ്രോത്സാഹിപ്പിക്കുന്നത്? വിപണി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ പറയുന്ന ഇൻഡസ്ട്രി വൈസ് ഉള്ള ഇതൊന്നും വലിയ തോതിലുള്ള മാറ്റങ്ങൾ, ഇപ്പം പണ്ട് പറയും മറ്റേ ഇന്ന ഇൻഡസ്ട്രിക്കൊരു ഇൻസെൻറ്റീവ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് ആ പർട്ടിക്കുലർ സെഗ്മെൻറ്റിലെ ഷെയർസ് കൂടുകയോ കുറയുകയോ അല്ലെങ്കിൽ ടാക്സേഷൻ്റെ കാര്യങ്ങൾ. ഇന്ന് അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഇല്ല. കുറേ കൂടെ മെച്യൂറായി, നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കുറേ കൂടെ മെച്യൂറായി. ഇപ്പോൾ ഒരു സാധാരണഗതിയിലുള്ള ഒരു ഫ്ലക്ച്വേഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം ഇടിഞ്ഞു എന്നൊക്കെ ചില സാമ്പത്തിക വിദഗ്ധരിരുന്ന് പറയുന്നത് കേട്ടു. പക്ഷേ ഫ്ലാറ്റായിരുന്നു. ഒരു വലിയ തോതിൽ അങ്ങനെ ഒരു ബൂമും ഉണ്ടായിട്ടില്ല, വിച്ച് ഇസ് ഗുഡ്. അപ്പോൾ കോർപ്പറേറ്റ് സെക്ടറിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അതിൻ്റെ ടാക്സ് അഡ്മിനിസ്ട്രേഷനിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അസസ്മെൻറ്റിലും അതിൻ്റെ സമയപരിധിയും മറ്റുമൊക്കെ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് വേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. ഈ ടാക്സ് റേറ്റ്സ് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഭാരതത്തിലാണ് വൺ ഓഫ് ദ ലോവസ്റ്റ് ടാക്സ് റേറ്റ്സ് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാക്സ് റേറ്റ്സ് ഉള്ളൊരു രാഷ്ട്രം ഭാരതം തന്നെയാണ്. അപ്പോൾ ആ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലേക്കുള്ള കോൺസെൻട്രേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ടാക്സ് അഡ്മിനിസ്ട്രേഷനുള്ള, അസസ്മെൻറ്റിലുള്ള, അത് കംപ്ലീറ്റ് ചെയ്യുന്നുള്ള, റീഫണ്ട് കൊടുക്കുന്നതിനുള്ള, വിദേശ കമ്പനികൾക്കുള്ള ടാക്സ് റേറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു മോഡറേഷൻ വന്നിട്ടുണ്ട്, ഒരു പുഷ് വന്നിട്ടുണ്ട്. അത് ഡെഫിനറ്റായിട്ടും ഈ കോർപ്പറേറ്റ് മേഖലയെ അത് ഡെഫിനറ്റായിട്ട് സഹായിക്കും. പ്രതിപക്ഷം പറയുന്നത് പോലെ ഇത് അദാനിക്കോ അംബാനിക്കോ വേണ്ടിയുള്ള ആയിക്കോട്ടെ, പക്ഷെ ജോബ് ക്രിയേഷൻ നടക്കുന്നത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയാണ്. ഇന്നൊക്കെ ഭാരതത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ഈ NDA സർക്കാർ പറയുന്നത് മാക്സിമം ഗവർണൻസ്, മിനിമം ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇതിലല്ല ബിസിനസ്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പോലെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ പ്രൈവറ്റൈസേഷൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്രാവശ്യം ഒരു പക്ഷേ കൂടുതൽ വിഭവ സമാഹരണത്തിന് ഒരു ചാൻസ് ഉണ്ടായിരുന്നു. കാരണം എസ്പെഷ്യലി നമ്മൾ LIC പോലുള്ള ഷെയർസ് ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് വാസ്തവം പറഞ്ഞാൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകൾക്ക് നല്ല രീതിയിലുള്ളൊരു ബെനിഫിറ്റ് ഉണ്ടായി, ഷെയറിൻ്റെ വാല്യൂ ആണെങ്കിലും മറ്റുമൊക്കെ. രണ്ടാമതൊരു ഗുണം എന്ന് പറയുന്നത് ഈ ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റെഗുലേറ്ററി ഫ്രെയിംവർക്കും ഇമ്പ്രൂവ് ചെയ്യും. ഈ ഇവിടുത്തെ ഇപ്പോൾ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒരു രാഷ്ട്രീയക്കാരൻ്റെ വിംസ് ആൻഡ് ഫാൻസിയിലാണ് ഇപ്പം നടക്കുന്നത്. പല അലിഗേഷൻസ് നമ്മൾ കേട്ടു. അതായത് കേസ് കൊടുക്കുന്നത് പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് PSUവിനെ കൊണ്ട് കേസ് കൊടുപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. അപ്പോൾ ഒരുപക്ഷേ ഈ
സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യുമ്പം റെഗുലേഷൻ കൂടുതലാണ്. സെബി പോലുള്ള അതിൻ്റെ ഓഡിറ്റ് നടത്തുന്നതിനകത്തുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ കുറേ കൂടെ ആളുകൾ ശ്രദ്ധിക്കുന്നൊരു. അപ്പം മാത്രമല്ല, ഒരു ഗവൺമെൻറ്റിൽ ഇന്ന് ഞാൻ ആണ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് അല്ലേ, ഞാനും നിങ്ങളും ചേർന്നതാണ്, ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം നടത്തുമ്പോൾ LICയോ അല്ലെങ്കിൽ ഏത് പൊതുമേഖലാ സ്ഥാപനമാണെങ്കിലും എൻ്റെ തന്നെയാണത്. അപ്പം എനിക്കതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു പക്ഷേ ഒരു ബെറ്റർ തിങ്ങാണ്, ഒരു ഗുഡ് തിങ്ങാണ്. അതിൻ്റെ ലാഭനഷ്ടങ്ങളിൽ എനിക്കും ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിനകത്തൊരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിനോട് ഒരു വലിയ ഒരു പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ പ്രാവശ്യം അത് എന്തുകൊണ്ട് ചെയ്തില്ല? അപ്പോൾ അതൊരു ചിന്ത. എനിക്ക് തോന്നുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ വിഭവം നമ്മൾ സമാഹരിച്ചാൽ ആ സമാഹരിക്കുന്നത് സ്പെൻഡ് ചെയ്യുന്നത് ഒരു ആർട്ടാണ്. അപ്പോൾ ഇനിയുള്ള 8 മാസം, അപ്പോൾ ഇത് കഴിഞ്ഞ് ഫിനാൻസ് ബില്ല് പാസ്സായി അതിന് ശേഷം വരുമ്പോൾ ഇപ്രാവശ്യത്തെ ബില്ലിൽ അത് അല്ലെങ്കിൽ ഈ തുക വിഭാഗം സമാഹരിക്കുമ്പോൾ അതിൻ്റെ എക്സ്പെൻഡിച്ചറിനെ പറ്റി ചിന്തിക്കാനുള്ള ഒരു ടൈം ഫ്രെയിം ഇല്ലാത്തതാവാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 2025 വി വിൽ സീ കുറച്ചുകൂടെ ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നതും അതോട് ഈ പറയുന്ന നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കാൻ പറ്റുന്നതും കുറേ കൂടെ പുഷുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്ര ആകട്ടെ, അഗ്രികൾച്ചർ ഇമ്പ്രൂവ്മെൻ്റ് ആകട്ടെ, ഇന്നൊവേഷൻ ആകട്ടെ, റിസർച്ച് ആകട്ടെ, ഈ മേഖലകളിലൊക്കെ കുറേ കൂടെയൊക്കെ ഒരു സ്പെൻഡിങ് വരാനുള്ള. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഇൻ്ററിം ബഡ്ജറ്റ് കഴിഞ്ഞ് ഒരു 4-5 മാസം കഴിഞ്ഞിട്ടുള്ളൊരു ബഡ്ജറ്റ് ആയതുകൊണ്ടായിരിക്കണം ആ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി ഒരു പക്ഷേ കൂടുതൽ ഇപ്രാവശ്യം പറയാത്തതെന്നാണ് എൻ്റെ ഒരു അസംഷനാണ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് 4.9 എന്നുള്ളത് ഈ ഘട്ടത്തിൽ ആരോഗ്യപരമാണ്. ഡെഫിനറ്റായിട്ടും ഒരു പറഞ്ഞതിനേക്കാൾ ബെറ്റർ ഒരു ഇതാണ് വന്നിരിക്കുന്ന. എനിക്കൊന്ന് 5.1 മറ്റുമാണ് ആദ്യം നമ്മൾ ടാർഗറ്റ് ചെയ്തത്, അതിനേക്കാൾ കുറഞ്ഞിരുന്നു. ഇത് നാച്ചുറലി അതിൻ്റേതായ ഒരു ബെനഫിറ്റ് ഒരു ഇൻട്രസ്റ്റ് റേറ്റിലാണെങ്കിലും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഒരു ഇതുണ്ടാവും. പിന്നെ ഗവൺമെൻറ്റിൻ്റെ കടം വളരെയധികം കുറയ്ക്കും എന്നുള്ളൊരു പ്രഖ്യാപനം ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. വരുന്ന വർഷങ്ങളിൽ ഡെറ്റ് GDP റേഷ്യോ ബെറ്റർ ആക്കും എന്നൊക്കെ പറയുന്നത് അതാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷേ ഈ പറയുന്ന ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റും അങ്ങനെയുള്ള വിഭവ സമാഹരണം അടുത്ത ഇതിലേക്ക് വരുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡെറ്റ് കുറേ കൂടെയൊക്കെ മോഡറേറ്റ് ചെയ്യാൻ പറ്റും. അത് ഡെഫിനറ്റായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഇൻ്ററിം ബഡ്ജറ്റിൽ 5.1 ആയിരുന്നു, പ്രീവിയസ് ഇയറിൽ 5.6 ആയിരുന്നു. ഇപ്പോൾ അത് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് 4.9 ആണ്. സോ അച്ചീവബിൾ ആണ്, അല്ലെങ്കിൽ ഒരു റൈറ്റ് ട്രാക്കിലാണ്. ഈ പാൻഡമിക് കഴിഞ്ഞിട്ട് പ്രീ പാൻഡമിക് ലെവലിൽ നിന്ന് ഏതാണ്ട് 20% വളർച്ച ഉണ്ടായിട്ടുണ്ട്. ഈ ഇടയ്ക്കുള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ, പാൻഡമിക് കഴിഞ്ഞ് കുത്തനെ താഴെ പോയതിൽ, അതുകൊണ്ടാണ് ഈ 8% 9% ഒക്കെ ഇൻക്രീസ് വന്നതെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യത്തെ ഇതിൽ 20% പ്രീ പാൻഡമിക് ലെവലിൽ നിന്നുള്ള വളർച്ച ഇന്നിവിടെ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അവസാനമായി ഈ ബഡ്ജറ്റിനെതിരെ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണമാണ് ഇതൊരു പൊളിറ്റിക്കൽ ബഡ്ജറ്റാണെന്ന്. ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ഒക്കെ വാരിക്കോരി കൊടുക്കുമ്പോൾ കേരളത്തിനൊന്നും കൊടുത്തിട്ടില്ല എന്നൊരു ആരോപണമുണ്ട്. എത്രമാത്രം ശരിയാണ്? കേരളത്തിന് ഈ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളിൽ എന്തെല്ലാം അവസരങ്ങളാണ്? ശരി, അതിൻ്റെ ആൻസർ എനിക്ക് തോന്നുന്നു ഫിനാൻസ് മിനിസ്റ്റർ ഇന്നലെ പാർലമെൻറ്റിലും മറ്റുമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്താ കേരളം ചോദിച്ചിരുന്നു എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. അപ്പോൾ ഈ കേരളത്തിൻ്റെ ഡിമാൻഡ് നോക്കിയിട്ടേ നമുക്കിത് പറയാനൊക്കെ. നമുക്കറിയാം ഒരു സെൻട്രൽ സ്റ്റേറ്റ് കേരളത്തിൻ്റെ ഒരു റിലേഷൻഷിപ്പ് വളരെ ഒരു കോർഡിയൽ അല്ലായിരുന്നു. അപ്പോൾ ഈ കോർഡിയൽ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കാരണം പല രീതിയിലും കേന്ദ്രം വച്ചിരുന്ന ചില ലിമിറ്റ്സ് മറികടക്കാൻ ഒരു ലീഗൽ അല്ലാത്ത രീതിയിലുള്ള മറികടപ്പിന് ശ്രമിച്ചു. അപ്പോൾ പല ചർച്ചയുണ്ട്, ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ നാച്ചുറലി അതിനകത്ത് കേർബ്സ് വന്നു. നമ്മൾ കടം വാങ്ങിച്ച് ജീവിക്കുന്ന ഒരു രീതി മാറേണ്ടി ഒരു സാഹചര്യമുണ്ട് എന്ന് പറയുന്നൊരു എല്ലാ വിദഗ്ധരും അല്ലെങ്കിൽ അതിനകത്ത് അക്രോസ് പാർട്ടി
എല്ലാ ഒബ്സർവേഴ്സും എല്ലാ സാമ്പത്തിക വിദഗ്ധരും ധനകാര്യ വിദഗ്ധരും എല്ലാവരും പറയുന്നത് കേരളം കൂടുതൽ പ്രൊവിഡൻ്റ് ആയിട്ടുള്ളൊരു പോളിസി ഇംപ്ലിമെൻറ്റേഷനിലേക്ക് ചെയ്യണം. അപ്പം ഞാനൊന്ന് ഓടിച്ചു നോക്കി എന്തൊക്കെയായിരുന്നു നമ്മൾ ചോദിച്ചിരുന്നത്. ഒന്ന്, ഒരു സ്പെഷ്യൽ പാക്കേജ് 24,000 കോടി രൂപ. അപ്പോൾ ഈ സ്പെഷ്യൽ പാക്കേജ് ചോദിക്കുമ്പോൾ നമ്മൾ ആരോട് എന്ത് പണം ചോദിക്കുകയാണെങ്കിലും അവർ പറയുന്ന കണ്ടീഷൻസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. അല്ലാതെ ചുമ്മാ ഇപ്പോൾ വീട്ടിൽ നിന്ന് പണം ചോദിച്ചാൽ പോലും അച്ഛനും അമ്മയും പോലും പറയും നീ ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, അല്ലെങ്കിൽ ചെയ്യാം, അല്ലേ? ഒരു നിയന്ത്രണം ഉണ്ടാവും. ആ നിയന്ത്രണമില്ലാതെ എനിക്ക് ഇന്ന പണം തരൂ, എനിക്ക് സ്പെഷ്യൽ പാക്കേജാണ് എന്ന് പറയുന്നതിനോട് ആരായിരിക്കും, എനി ലെൻഡിങ് ഏജൻസി അല്ലെങ്കിൽ എനി ഫണ്ടിങ് ഏജൻസി ആരാണ് അതിന് ആക്സെപ്റ്റ് ചെയ്യുക? അപ്പം സ്ട്രക്ചറൽ കറക്ഷൻസ് ഉണ്ടാക്കിയാൽ, ഞാനിത് വേൾഡ് ബാങ്കിലാണെങ്കിലും ADBയിലാണെങ്കിലും ആരാണെങ്കിലും പറയുന്നത് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ, ഇപ്പം നമ്മൾ കേട്ടു പാകിസ്ഥാനിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫണ്ട് തരുള്ളൂ. അപ്പം ഇങ്ങനെ എല്ലാ ഫണ്ടിങ്, അപ്പം സെൻറ്ററിനോട് ചോദിക്കുമ്പോൾ അതിന് ചില അലൈൻ ചെയ്ത് ചില പോളിസീസ് ചെയ്യണം. ഇത് ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ ഈവൻ പണമില്ല കാര്യം പറയുമെങ്കിൽ പോലും സ്മാർട്ട് മീറ്ററിങ്ങിൽ കേരളത്തിന് ഒരു കാരണവശാലും സെൻറ്റർ പറയുന്ന പോലെ പോളിസി ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് 1,500 കോടി രൂപയുടെ സബ്സിഡി വേണ്ട. അപ്പോൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുമ്പോൾ ഈ സ്പെഷ്യൽ പാക്കേജ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഈ പറയുന്ന 19 MLA-മാരും NDA സർക്കാരിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഇതായിരിക്കണം. നമ്മൾ ബീഹാറിനെ പറ്റിയോ അല്ലെങ്കിൽ ആന്ധ്രയെ പറ്റിയോ ഒക്കെ പറയുമ്പോൾ പൊളിറ്റിക്കലി പറയുകയാണെങ്കിൽ ഈ 19 പേരും NDA സർക്കാരിനെ അനുകൂലിക്കുന്നവരല്ല, അവരുടെ പാർട്ടി എന്താണെങ്കിലും. അപ്പം നാച്ചുറലി അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ബെറ്റർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സ്പെഷ്യൽ പാക്കേജ് ചോദിച്ചാൽ കിട്ടുകയുള്ളൂ. വളരെ ക്ലിയറാണ്. ഒരു അവകാശമായിട്ട് ഒന്നും സ്പെഷ്യൽ പാക്കേജ് ചോദിക്കാൻ ഒക്കില്ല. അപ്പോൾ നമുക്കുള്ള അലോക്കേഷൻ 24,008 കോടി രൂപ മറ്റുമാണ് ഫൈനാൻസ് കമ്മീഷൻ്റെ രീതിയിലുള്ള അലോക്കേഷൻ. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 24,000 കോടി ചോദിച്ചു, സ്പെഷ്യൽ പാക്കേജ് അല്ല, 24,000 കോടിയുടെ അലോക്കേഷൻ നമുക്കുണ്ട്. അതാണ് നമ്പർ 1. പിന്നെ ചോദിച്ചത് എന്താ, 5,000 കോടിയുടെ വിഴിഞ്ഞം പദ്ധതി. അപ്പോൾ ഈ വിഴിഞ്ഞം പദ്ധതി 5,000 കോടി ചോദിക്കുമ്പോൾ അതിനെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു പാറ്റേൺ. അതിൻ്റെ മാസ്റ്റർ പ്ലാൻ പോലും ശരിയായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ലാസ്റ്റ് മൈലിലെ റോഡ് കൺസ്ട്രക്ഷൻ പോലും അദാനി ഡയറക്റ്റായിട്ടാണ് ചെയ്തതെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ കേരള സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെയുണ്ട്. അപ്പം നാച്ചുറലി അത് ഈ പറയുന്ന പോലെ ഒരു സെൻറ്ററുമായിട്ട് എങ്ങനെ കൊളാബറേറ്റ് ചെയ്ത് ഈ 5,000 crores എന്തിനാണ് എന്നുള്ളത് കൺവിൻസ് ചെയ്ത് മാറ്റിയാൽ മാത്രമേ വിഴിഞ്ഞത്തിൻ്റെ കിട്ടുള്ളൂ. പിന്നെ ഉള്ളത് എനിക്ക് തോന്നുന്നത് ഒരു 60% എന്നുള്ള 75% സെൻട്രൽ പ്രോജക്ട്സിൻ്റെ ഇത് ഇൻക്രീസ് ചെയ്യണം. പക്ഷെ എന്നാൽ അത് ബ്രാൻഡിങ് ചെയ്യാൻ ഒക്കില്ല. അത് പണം തരണം, പക്ഷേ ഈ പറയുന്ന ദീൻ ദയാൽ ഉപാധ്യായ പദ്ധതി അനുസരിച്ചാണ് എന്ന് പറയാനൊക്കില്ല. അപ്പം ഇങ്ങനെയുള്ള പിന്നെ ഒരു മേജർ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന സിൽവർ ലൈൻ പദ്ധതിയാണ്. ഈ സിൽവർ ലൈൻ പദ്ധതിക്ക് പ്രഗത്ഭരായ ആളുകൾ പറയുന്നത് 1,00,000 കോടിയോ 2,00,000 കോടിയോ ഒക്കെ ആകുന്ന ഒരു 24,000 കോടിയുടെ സ്പെഷ്യൽ പാക്കേജ് ചോദിക്കുന്ന നമ്മൾ ഒരു 2,00,000 കോടിയുടെ ഒരു ആളുകൾ എതിരായിട്ടുള്ളൊരു പ്രോജക്റ്റ്, ബുള്ളറ്റ് ട്രെയിൻ വേണ്ടേ എന്നൊക്കെ ചോദിക്കാം. ഇതൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷേ കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതിക്ക് ഇത് അനുയോജ്യമല്ല എന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ബൗദ്ധികമായി സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പോലും പറയുന്ന ഒരു പദ്ധതി. അപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതികൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത് കിട്ടാനുള്ള ചാൻസസ് കുറവാണ്. അൺഫോർച്ചുനേറ്റ്ലി ഫോർ യു ആൻഡ് മീ. കേരളത്തിൽ താമസിക്കുകയും ഇവിടെ ജോലി ചെയ്യുകയും ഇവിടെ നമ്മുടെ പ്രൊഫഷൻ നടത്തുകയും ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രൂഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഡെവലപ്മെൻറ്റ് ഇവിടെ നടക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ഡൊമെയിനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഗവേണൻസ് അതിനുമായിട്ട് അലൈൻ ചെയ്ത് പോകുന്നില്ല. അപ്പോൾ കേരളത്തിൻ്റെ മെൻഷൻ ചെയ്തില്ല എന്നൊക്കെ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ കേരളത്തിന് കൂടുതൽ ഒരു ഇത് ചെയ്യാനൊക്കുന്ന രീതിയിൽ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒരു സബ്മിഷൻ ചെയ്യാം.
കുറെ കൂടെ കോർഡിയൽ ആയിട്ടുള്ള റിലേഷൻസ് കൊണ്ടുവരാം. മാത്രമല്ല ഈ സ്പെൻഡിങ്ങിലും ഒരു സുതാര്യ കുറവുണ്ട്. ഉണ്ട്, കാരണം യൂട്ടിലൈസേഷൻ വന്നിട്ടില്ല. കണക്കുകൾ പെൻഡിങ് ആണെന്നുള്ള പ്രസ്താവന. അതെ. അപ്പോൾ ഇവിടെ പലപ്പോഴും ധനകാര്യമന്ത്രി ഇവിടെ വരുമ്പോൾ പല സബ്മിഷനിലും അവർ ചോദിക്കുന്നതിന് ഉത്തരം പറയാനില്ല. അപ്പോൾ നാച്ചുറലി എനിക്ക് പൈസ തന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കെന്ന് പറയുന്ന രീതി ഒരു തരത്തിലും ഒരു പക്ഷേ ഗവൺമെൻറ് അംഗീകരിക്കുന്നതല്ല. കേരളത്തിന് അതുകൊണ്ടുള്ള ഒരു അവഗണന ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഡ്യൂ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ കിട്ടിയേക്കാം. പക്ഷെ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് കിട്ടേണ്ട ആ ഒരു തലത്തിലേക്ക് നമ്മളൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. പിന്നെയുള്ളത് എയിംസാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാം. എന്തുകൊണ്ട് കിട്ടിയില്ല? ഇപ്പം സുരേഷ് ഗോപി എയിംസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം വന്ന് മിനിസ്ട്രിയിൽ ജോയിൻ ചെയ്തിട്ട് 1 മാസം ആകുന്ന ആളിനോട് എയിംസ് എവിടെയെന്ന് ചോദിച്ചാൽ അദ്ദേഹം അതിനുള്ള എഫേർട്ട് എടുക്കും. ഇതെനിക്ക് തോന്നുന്നു പണ്ട് മുതലേ ഉള്ളൊരു അലോക്കേഷനാണ് ഒരു എയിംസ്. പക്ഷേ ആ എയിംസ് ഇത് പുതിയതായിട്ടുള്ളൊരു സാധനമോ പ്രഖ്യാപനമോ അല്ല. ആ പ്രഖ്യാപനത്തിന് മുമ്പായിട്ട് നമുക്ക് വേണ്ട ചില ഗൈഡ് ലൈൻ നമ്മൾ ചെയ്യണം. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഗൈഡ് ലൈൻ അനുസരിച്ചുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് ഇത് വേണ്ടത്, തിരുവനന്തപുരത്താണോ, കോഴിക്കോടാണോ, ഇനി തൃശ്ശൂരാണോ, പാലക്കാടാണോ, എവിടെയാണ് എയിംസ് വേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു കൃത്യമായ ധാരണയും ലാൻഡ് അക്വിസിഷനും ആ ലാൻഡ് കൊണ്ട് കൊടുത്തിട്ട് എനിക്ക് തന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. എനിവേ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേരളത്തിന് കിട്ടിയില്ല എന്ന് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ശബരി പാത നമുക്ക് കേരളത്തിന് തന്നു, എനിക്ക് UPA ഗവൺമെൻറ്റിൻ്റെ സമയത്ത്. പക്ഷേ അത് വലിയ അക്ഷരത്തിൽ നമുക്ക് വലിയ തലക്കെട്ട് വാചകവും മറ്റും വരുമ്പോൾ അതിൻ്റെ അലോക്കേഷൻ നോക്കി 1 ലക്ഷം രൂപയെ പാത അലോട്ട് ചെയ്തു. ഇന്നും ആയിട്ടില്ല, പക്ഷെ അന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ? സെലിബ്രേഷനാണോ? ഇത് കേരളത്തിന് ഇത്രയും കാര്യങ്ങൾ കിട്ടിയെന്ന് പറയുന്നതാണോ? അല്ല. ഇപ്പോഴത്തെ ഒരു രീതി അതല്ല. ഇപ്പോഴത്തെ രീതി എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റുകൾക്ക് വേണ്ടി തന്നെയാണ് ഈ അലോക്കേഷൻ. അപ്പോൾ ആ ഗൈഡ് ലൈൻ അനുസരിച്ച് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത് ഫീസിബിലിറ്റി ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കുന്നവർക്കാണ് അലോക്കേഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്നത്. നമുക്ക് എനിക്ക് തോന്നുന്നു കൊച്ചിയും തിരുവനന്തപുരവും സ്മാർട്ട് സിറ്റി ആയിട്ട് കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ? സ്മാർട്ട് ആണോ ഇന്ന് നമ്മൾ? എന്തുകൊണ്ടായില്ല? ഫണ്ട് പോലും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അപ്പം കിട്ടിയ കാര്യത്തെ പറ്റി നമ്മൾ വ്യാകുലപ്പെട്ടാതെ എന്ത് കിട്ടിയില്ല എന്ന് പറയുന്നതിന് മാത്രമാണോ മലയാളി ഉദ്ദേശിക്കേണ്ടത്? എനിക്ക് ഇവിടെ ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരം സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായി മന്ത്രിമാരുൾപ്പെടെ ഉള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന റോഡുകൾ പോലും ഇന്ന് നമുക്ക് ഒരു ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് കിട്ടിയിട്ട് പോലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തിന് എന്താണ് ഇനി അഡീഷണൽ പ്രോജക്റ്റ് തരേണ്ടത്? അപ്പോൾ കേരളത്തിന് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ സ്മാർട്ട് സിറ്റി റെഡിയാക്കിയിട്ട് വരും, ബാക്കിയുള്ളത് തരാമെന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു കെടുകാര്യസ്ഥതയായിട്ടാണെങ്കിലും, എന്നെ ലീഡ് ചെയ്യുന്ന എൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒരു മിസ്ഗവേണൻസ് ആയിട്ടാണെങ്കിലും, ഞാൻ ഉൾപ്പെടുന്ന സമൂഹം ഇതിനെതിരെയുള്ള ഒരു ഹൈലി പൊളിറ്റിസൈസ്ഡ്, ഇപ്പോൾ ആമയിഴഞ്ഞാൻ തോടിൽ ഒരു ജീവൻ നമുക്ക് നഷ്ടപ്പെടണമെങ്കിൽ എന്തുമാത്രം വേസ്റ്റാണ് അതിനകത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ളത്. ആ വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ മേയർ വന്ന് വാരണം എന്നല്ല, നമ്മളത് വരാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കണം. ഇവിടുത്തെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ അവരതിനുള്ള പോളിസി ഉണ്ടാക്കണം, അത് വരാതിരിക്കണം. ഇന്ന് നമ്മൾ ബീച്ചിൽ പോവുകയാണെങ്കിൽ ഒരുപാട് പേര് വരുന്ന സ്ഥലത്ത് അവിടെ ചെന്ന് നോക്കുകയാണെങ്കിൽ ആളുകൾ കടലാസ് മുതൽ കുപ്പി വരെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഡയറക്റ്റായിട്ട് വെച്ച് അതിന് വലിച്ചെറിയാതിരിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകുകയും എന്നാൽ അതിന് ഒരു വേസ്റ്റ് ബോക്സ് വയ്ക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയൊക്കെ ചെയ്യേണ്ട ഒരു കൊളാബറേറ്റീവ് അപ്രോച്ചിൽ മാത്രമേ കേരളത്തിന് ഇത് ചെയ്യാനൊക്കുള്ളൂ. കാരണം സ്വച്ഛ ഭാരതിൽ നമ്മൾ പ്രധാനമന്ത്രി ശുചിമുറികൾ തുടക്കുന്നു എന്ന് പറഞ്ഞപ്പം ഇവിടെ ആക്ഷേപിച്ച ആളുകളാണ് നമ്മൾ, അല്ലേ? ഇതാണോ ഒരു പക്ഷെ ഇന്ന് ആ ശുചിത്വത്തിൻ്റെ ഇമ്പോർട്ടൻസ് ലോകം മുഴുവൻ അംഗീകരിച്ച് സ്വച്ഛ ഭാരത് പോലുള്ള ട്രാൻസ്ഫർമേഷനലായിട്ടുള്ള പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു രാഷ്ട്രം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല.
അപ്പോൾ ഇതിനകത്ത് സിറ്റിസൺസ് എംപ്ലോയ് ഒരു ഇൻവോൾവ്മെൻറ്റ് വരണം, ഗവൺമെൻറ് അതിനൊരു പോളിസി സപ്പോർട്ട് വരണം, അതിനൊരു ഗവേണൻസ് ഇനീഷ്യേറ്റീവ് ഉണ്ടാവും. ഇതുണ്ടെങ്കിൽ മാത്രമേ കേരളത്തിന് ഒരു പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. എസ്പെഷ്യലി നമ്മുടെ ഒരു ഏജിങ് പോപ്പുലേഷൻ, നേരത്തെ പറഞ്ഞ പോലെ മൈഗ്രേഷൻ ഹാപ്പനിങ്, ഇവിടെ നിന്ന് ആളുകൾ വിട്ടുപോകുന്ന ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറാതിരിക്കണമെങ്കിൽ ഇമ്മീഡിയറ്റ് ഇൻ്റർവെൻഷൻ ഇവിടെ ഉണ്ടാവണം. അപ്പോൾ ഇന്ന് ഇവിടുത്തെ MP-മാരും ഒക്കെ പറയുന്നത് കേട്ടു, ആക്സെഞ്ചർ ഗ്ലോബലി വലിയ ഒരു എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ആളുകൾ ഇവിടെ കേരളത്തിൽ വരുന്നു, ടെക്നോ പാർക്കിൽ അവർ സെറ്റപ്പ് ചെയ്യുന്നു. ഇതേപോലെ നമ്മൾ നിസാൻ കേട്ടതാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ അടുത്തത് ആക്സെഞ്ചർ വരുന്നു. പക്ഷേ ഈ ആക്സെഞ്ചർ വരുമ്പം ഇവിടുത്തെ ടാലൻറ്റ് പൂൾ എവിടെ, അവിടെ വന്നാൽ താമസിക്കാവുന്ന ഇൻഫ്രാസ്ട്രക്ചർ എവിടെ, അവർക്ക് വേണ്ട കണക്ടിവിറ്റി എവിടെ, അവർക്ക് വേണ്ട ലൈഫ് എവിടെ? ഇവർക്കെല്ലാം ഫുഡ് മുതലുള്ള പ്രശ്നങ്ങളാണ്. ഈ ടെക്നോ പാർക്കിലുള്ള ആളുകൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുമ്പോൾ അവർ പറയുന്നത് അവർക്ക് കഴിക്കാനൊക്കുന്ന തരത്തിലുള്ള ആഹാരം പോലും അവൈലബിൾ അല്ല, അവർക്ക് താമസിക്കാനുള്ള അക്കോമഡേഷൻ അവൈലബിൾ അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധ തെളിച്ചാൽ എംപ്ലോയ്മെൻറ്റ് തന്നെത്താനെ ഇവിടെ വന്നോളും. ഇതാണ് കേരളത്തിൻ്റെ ഒരു ബഡ്ജറ്റുമായിട്ടുള്ളൊരു ഇക്വേഷൻ. എന്തായാലും വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് തന്നെ നല്ലൊരു വിലയിരുത്തലായിരുന്നു. വളരെയധികം നന്ദി ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നു. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.